Good evening. നമുക്കപ്പോൾ ഇന്ന് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഓൺ ക്ലോസ്ഡ് എ കോമ ബി. ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബിയില് എഫ് കണ്ടിന്യൂസ് ആണ്. അത് മാത്രമല്ല, ഇഫ് എഫ് ഇസ് ഇൻക്രീസിംഗ്, ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് at each point of open a comma b. Closed a comma b യിൽ function continuous ആണ്. Open a comma b യിൽ function increasing ആണ്. That is increasing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Derivative f dash of x, first derivative is greater than 0 ആണെങ്കിൽ നമുക്ക് function is increasing എന്നുള്ളത് പറയാം. അപ്പോൾ ഓപ്പൺ എ കോമ ബിയിലുള്ള എല്ലാ പോയിന്റ്സിലും f dash of x greater than 0 ആണെങ്കിൽ ഈ ഇന്റർവെലില് ഫംഗ്ഷൻ ഇസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്നുള്ളത് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് എങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഇസ് ഇൻവെർട്ടിബിൾ എന്നുള്ളത് പറയാം. എഫ് ഇസ് ഇൻവെർട്ടിബിൾ എവിടെ? എഫ് ഇസ് ഇൻവെർട്ടിബിൾ ഓൺ ക്ലോസ്ഡ് എ കോമ ബി. ക്ലോസ്ഡ് എ കോമ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ എ കോമ ബിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫംഗ്ഷൻ ഇസ് ഇൻവെർട്ടിബിൾ ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് എ കോമ ബി എന്നുള്ളത് പറയാം. അത് മാത്രമല്ല, ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സിന്റെ ഇന്റർവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൊമെയിൻ എന്ന് പറയുന്നത്, എഫ് ഇൻവേഴ്സിന്റെ കറസ്പോണ്ടിങ് ഇന്റർവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ് എഫ് ഓഫ് എ, ക്ലോസ്ഡ് എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് എ കോമ ബിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് ഇൻവെർട്ടിബിൾ ഇൻ ദിസ് ക്ലോസ്ഡ് ഇന്റർവെൽ ആൻഡ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ആ ഇൻവെർട്ടിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ എഫിന് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്റർവെൽ അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സിന്റെ കറസ്പോണ്ടിങ് ഇന്റർവെൽ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബി ആയിരിക്കും. ഇനി എഫ് കണ്ടിന്യൂസ് ആണ്, ഇതിന് പകരം ഈ പോയിന്റിന് പകരം നമുക്കുള്ളത് എഫ് ഇസ് ഡിക്രീസിംഗ് ഓൺ ക്ലോസ്ഡ് ഓപ്പൺ എ കോമ ബി. അപ്പൊ ഓപ്പൺ എ കോമ ബിയിൽ ഡിക്രീസിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോയിന്റ്സിലും എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെന്ന് അർത്ഥം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഗെയിൻ ഇവിടെ എഫ് ഇൻവെർട്ടിബിൾ ആണ് എന്നുള്ളത് പറയാം. എഫ് ഇസ് ഇൻവെർട്ടിബിൾ ഓൺ ക്ലോസ് എ കോമ ബി ആൻഡ് ഇവിടെ എഫ് ഇൻവേഴ്സിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ് എഫ് ഓഫ് ഡി കോമ എഫ് ഓഫ് എ ആയിരിക്കും. ഡിക്രീസിംഗ് ആണെങ്കിൽ ഇൻവേഴ്സിന്റെ ഇന്റർവെൽ എഫ് ഓഫ് ബി, രണ്ടാമത്തേന്റെയാണ് എഫ് ഓഫ് ബി കോമ എഫ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിംഗ്ലി അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത്ര അറിഞ്ഞാൽ മതി. ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റിൽ ഫസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം ഫംഗ്ഷൻ, അത് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. ഇൻവെർട്ടിബിൾ ഫംഗ്ഷന്റെ ഡൊമെയിൻ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ഇന്റർവെൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബി ആണ്. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെല്ലും ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിക്രീസിംഗും ആണെങ്കിൽ അവിടെയും ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. പക്ഷെ അവിടുത്തെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡൊമെയിൻ അല്ലെങ്കിൽ ഇന്റർവെൽ എന്ന് പറയുന്നത് എഫ് ഓഫ് ബി കോമ എഫ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിൽ തന്നെ ഒരു പ്രോബ്ലം തന്നെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഏതെങ്കിലും പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് ഇത് ക്ലോസ്ഡ് -1, 2 എന്ന് പറയുന്ന ഇന്റർവെല്ലില് ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കണം. അതേമാതിരി ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡൊമെയിൻ, ഇതാണ് ഡൊമെയിൻ വരുന്നത്. ആ ഇന്റർവെല്ലിലാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് ഫസ്റ്റ് എഫ് ഡാഷ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിംഗ് ആണ് ഫംഗ്ഷൻ, ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ എന്ത് വരും? -2x² -2 അല്ല സോറി -3x² -2 ഇങ്ങനെയാണ്
നമുക്ക് വരുന്നത്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3x സ്ക്വയർ പ്ലസ് 2 എന്നുള്ളത് പറയാം. അപ്പൊ എക്സ് സ്ക്വയർ എന്നുള്ളത് സ്ക്വയർ ആയതുകൊണ്ട് എക്സ് എന്ത് തന്നെ ആയാലും ദിസ് വാല്യൂ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. സോ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേം ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് 3 ഇൻറ്റു എക്സ് സ്ക്വയറും പോസിറ്റീവ് ആണ്, പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് ടോട്ടൽ ടേം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ഇൻ ദിസ് ഹോൾ ഇന്റർവെൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഡിക്രീസിംഗ് ഇൻ -1, 2 എന്ന് പറഞ്ഞു കിട്ടി. therefore എഫ് ഇൻവേഴ്സിന്റെ കറസ്പോണ്ടിങ് ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 2, എഫ് ഓഫ് -1 ആയിരിക്കും. എഫ് ഓഫ് ബി, എഫ് ഓഫ് എ ആയിരിക്കും. ദാറ്റ് ഇസ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് this is equal to ഇതാണ്. ഇതിനോട് എന്നോട് ഈക്വൽ ആണ് -2 cube, that is -8 -4 plus 1 -1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ -1 whole cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. സോ -1 minus to minus +1 +1, that is this is equal to എന്ത് വരും? -11, 1. സോറി ഇവിടെ എന്താ വരിക? +2 ആണ് അല്ലെ? -1 into -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ആണ്. മൈനസ് ഓഫ് -1 +1 ആണ് വരിക. -2 into -1 +2 വരും, +1. സോ -11 + 4 ആണോ? -11 + 4 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇനി ഇതിലൊരു പ്രശ്നം, ഇതില് പ്രോബ്ലം 3 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിത് വായിക്കുന്നു, നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് f of x is equal to x cube minus 4x square plus 1 ആണ്. Find an interval containing 1. 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവൽ വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, ഡിനോട്ട് ദ ഇൻവേഴ്സ് ബൈ g. f ഇൻവേഴ്സിനെ നമ്മൾ g വെച്ച് ഡിനോട്ട് ചെയ്യും. അതേമാതിരി തന്നെ g of -7 കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഇൻവേഴ്സ് കണ്ടുപിടിച്ചാലേ നമുക്ക് f ഇൻവേഴ്സിനെ g വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് f ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പൊ ആദ്യം അത് നോക്കാൻ വേണ്ടി എന്താണ്? f dash of x കണ്ടുപിടിക്കണം. 3x square minus 8x എന്നാണ് നമുക്ക് ഇത് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു x into 3x minus 8 എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ? ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതാണ് നോക്കേണ്ടത്. ഓക്കെ, x is equal to 0 വരുന്ന സമയത്ത് നമുക്ക് f dash of x എന്ന് പറയുന്നത് 0 ആവും. പിന്നെന്താണ്? x is equal to 3x minus 8 is equal to 0 വരാം. അത് എപ്പോഴാണ്? x is equal to 8/3. x is equal to 8/3 വരുന്ന സമയത്ത് നമുക്ക് f dash of x എന്ന് പറയുന്നത് again 0 വരും. That is this is equal to 0 equate ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? x is equal to 0 അല്ലെങ്കിൽ or 3x minus 8 is equal to 0. That is 3x minus 8 is equal to 0 എന്ന് പറഞ്ഞാൽ 3x is equal to 8, x is equal to 8/3. അപ്പൊ ഈ രണ്ട് കേസുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഇന്റർവെൽസ് നമുക്ക് ഈ രീതിയിൽ വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോ -∞ മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള ഇന്റർവെലിനെ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. -∞ to 0 ഇതുവരെ വരുന്നത്, ഇതിന്റെ താഴെയുള്ളതൊക്കെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി എന്താണ്? 0 മുതൽക്ക് 8/3 വരെയുള്ളത് 1. പിന്നെ എന്താണ്? 8/3 മുതൽക്ക് മുകളിലേക്ക് പോകുന്നത് എല്ലാതും 1. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് 0നെ 8/3നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുവരണം, നമുക്കത് ഈ ഇന്റർവെല്ലിലേക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക,
നമുക്ക് ഇങ്ങനെയാണ് ഇന്റർവെൽ എന്ന് കിട്ടിയത്. നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവുന്ന കേസുകൾ ഈ 2 പോയിന്റ്സിലാണ്. സോ നമുക്ക് ഇവിടെ ഈ 2 എൻ പോയിന്റ്സിൽ 0 വന്നു. ഇതിന് താഴേക്ക് ബാക്കിയുള്ള കണ്ടീഷൻസ്, മുകളിലേക്ക് ബാക്കിയുള്ള കണ്ടീഷൻസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാലോ. എഫ് ഡാഷ് ഓഫ് 0 ആവുന്നതിനനുസരിച്ച് എഫിനെ നമ്മൾ ഇന്റർവെൽസ് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഡൊമെയിൻ അപ്പൊ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0,8/3 ക്ലോസ്ഡ് 0,8/3 എന്ന് പറയുന്ന ഇന്റർവെൽ 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെൽ ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ഈ ഇതിൽ വരുമ്പോ -∞ to 0, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ 0, എക്സ് നെഗറ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്, ഇവിടെയും നെഗറ്റീവ് മൈനസ് നെഗറ്റീവ്. സോ ഈ ടോട്ടൽ ടേം നമുക്ക് നെഗറ്റീവ് ആവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പോയിന്റ് മാത്രം ഇട്ട് കാണിച്ചു തരാം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? എഫ് ഡാഷ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 into 3 into -1 -8. അപ്പൊ ഈ ടോട്ടൽ ടേം ഒരു നെഗറ്റീവ് ആണ്, ഇതും ഒരു നെഗറ്റീവ് ആണ്. സോ രണ്ടിന്റെയും മൾട്ടിപ്പിൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇന്റർവെൽ എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഈസ് എഫ് ഇസ് ഇൻക്രീസിംഗ് ഇൻ ദിസ് ഇന്റർവെൽ. ഇനി ഇവിടെ നോക്കാം. ഇവിടെ വരുമ്പോ എന്താണ്? 8/3നേക്കാട്ടിലും വലുതാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഫോർ എക്സാമ്പിൾ നമുക്ക് 9 എടുത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? എഫ് ഓഫ് 9, എഫ് ഡാഷ് ഓഫ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 3 into 9 -8. എന്തായാലും ഇതൊരു പോസിറ്റീവ് ടേം ആണ്, ഇതും ഒരു പോസിറ്റീവ് ആണ്. സോ രണ്ടിന്റെയും മൾട്ടിപ്പിളും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെയും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്, ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് ആണ് ആ ഒരു ഇന്റർവെല്ലിലും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇന്റർവെല്ലിൽ എന്താ വരുന്നത് നോക്കണം. നമുക്ക് 1 എടുക്കാം. 1 ഇതിന്റെ ഉള്ളിലേ വരുന്നത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് 1 എന്താ വരിക? എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 3 into 1 -8, that is 1 into എന്താ ഇവിടെ വരുന്നത്? -5, that is നെഗറ്റീവ് ആണ് വരിക. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്, that is ഫംഗ്ഷൻ is decreasing. ഓക്കെ, അപ്പോ ഫംഗ്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കാൻ? 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മൾ അത് കണ്ടുപിടിച്ചു. ഫംഗ്ഷൻസ് എവിടേക്കാണ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് എന്നും പറഞ്ഞു. സോ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. അത് ഇതാണ് ആൻസർ. ഇനി അടുത്തത് എന്താണ്? എഫ് ഇൻവേഴ്സിനെ നമ്മൾ ജി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഇതിൽ എല്ലാത്തിലും എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ എഫ് ഇൻവേഴ്സിനെ നമ്മൾ ജി വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇനി എന്താ പറഞ്ഞത്? ജി ഓഫ് -7 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജി ഓഫ് -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് വരിക? ജി ഓഫ് -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജി എവിടുന്ന് എങ്ങോട്ടാണ്? എങ്ങനെ പറയാം അത്? g of -7. ഓക്കെ, g of -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം f ഇൻവേഴ്സ് ഓഫ് -7 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. f ഇൻവേഴ്സ് ഓഫ് -7, ദാറ്റ് ഈസ് f ഇൻവേഴ്സ് ഓഫ് -7 is equal to some term ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 is equal to f of അതാണെന്നുള്ളത് പറയാം, അല്ലേ? f ഇൻവേഴ്സ് ഓഫ് -7 സം a എന്ന് പറയുന്ന വാല്യൂ ആണ് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? f of a എന്ന് പറയുന്നതാണ് -7. അങ്ങനത്തെ a വേണം നമുക്ക് കണ്ടുപിടിക്കാൻ, അല്ലെ? g of -7 a ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? g ഇൻവേഴ്സ് ഓഫ് a ആണ്. g of -7 a ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g ഇൻവേഴ്സ് ഓഫ് a ആണ് -7. അത് നമുക്ക് g റെപ്രസെന്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് അവസാനം റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് അറിയുന്ന ഫോം എന്താ? f ഇൻവേഴ്സ് ഓഫ് -7 is equal to a ആണെങ്കിൽ ആ f of a ആയിരിക്കും -7. f നമുക്ക് അറിയാം. അപ്പൊ അത് a വെച്ചിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. x ന് പകരം f. അപ്പൊ f of a എന്തായിട്ട് നമ്മൾ എടുക്കുക? ഈ a വേണം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ. അതാണ് g of -7 ആയിട്ട് വരിക. അപ്പൊ f of a is equal to a cube minus 4a square plus 1, അല്ലേ?
this is equal to minus 7. That is a square. ഇത് രണ്ടിലും a square common ആണ്. a square into a minus 4 is equal to ഈ പ്ലസ് 1 നെ LHS ലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ -8 എന്ന് പറഞ്ഞു കിട്ടും. അല്ലേ? ഇനി എന്താണ്? a square into a minus 4 is equal to -8 എന്ന് പറഞ്ഞു കിട്ടണം. അപ്പോ a യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോ നമുക്ക് എന്താ ചെയ്യാ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 1 2 3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഏതാണ് അത് ഈ ഫോമിലേക്ക് വരിക? 1 സ്ക്വയർ into minus 1 minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into minus 3 വരില്ല. പിന്നെ 0 എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വരില്ല. പിന്നെ 2 നോക്കുക. 2 സ്ക്വയർ into 2 minus 4. അപ്പൊ എന്ത് വരും? ഇവിടെ -2. 2 സ്ക്വയർ into -2 minus 1 into 2 cube, that is -8. So a is equal to 2. അപ്പോ -7 is equal to f of 2 ആണ്. That is f inverse of -7 is equal to 2, which implies g of -7 is equal to 2. അപ്പോ നമ്മൾ g of -7 ഉം കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇൻവേഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോം ആണ്. നമ്മൾ എഫ് ഡാഷ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നോക്കുക കറസ്പോണ്ടിംഗ്ലി. അപ്പൊ നമുക്ക് ഇന്റർവൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എ കോമ ബി കോമ എഫ് ഓഫ് എ കോമ എഫ് ഓഫ് ബി ആയിരിക്കും. എഫ് ഇസ് ഇൻക്രീസിംഗ്. എഫ് ഓഫ് ബി കോമ എഫ് ഓഫ് എ ആയിരിക്കും. എഫ് ഇസ് ഡിക്രീസിംഗ് ഇൻ ദാറ്റ് കറസ്പോണ്ടിംഗ് ഇന്റർവൽ. ഓക്കെ, ഇനി ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. അപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോമാണ് ഇത് കേട്ടോ. അപ്പൊ അത് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മളുടെ എഫ് ഇൻവേഴ്സിനെ നമ്മൾ ജി ആയിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷിനെ നമുക്ക് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജി ഡാഷ് നമ്മൾ എവിടെയായിരിക്കും? അറ്റ് സം വൈയിലാണ് നോക്കുക. അപ്പൊ എക്സിൽ നിന്ന് വൈയിലേക്കാണ് നമ്മളുടെ ഫംഗ്ഷൻ എഫ് എങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വൈയിൽ നിന്ന് എക്സിലേക്കായിരിക്കും. അപ്പോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോ ജി ഡാഷ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി അറ്റ് വൈ എന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആവുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ് നമ്മളുടെ എക്സ് ആയിട്ട് വരിക അല്ലെ? അപ്പോ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയിന്റില് ഇതിനെ നമ്മൾ ജി ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. അപ്പൊ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഈ കറസ്പോണ്ടിങ് വൈയില് ജി ഡാഷിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എഫിന്റെ റെസിപ്രോക്കൽ, എഫിന്റെ അല്ല എഫ് ഡാഷിന്റെ റെസിപ്രോക്കൽ അറ്റ് എക്സ് നോക്കുക. ദാറ്റ് ഈസ് 1 by എഫ് ഡാഷ് ഓഫ് ജി ഓഫ് വൈ ആണ് നമുക്ക് ജി ഡാഷ് ഓഫ് വൈ ആയിട്ട് വരിക. അപ്പൊ എന്താണ്? എഫ് ഇൻവേഴ്സിന്റെ ആണ് നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കിട്ടാൻ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ തിരിച്ചു എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ എഫ് ഇൻവേഴ്സിന് പകരം ജി എന്ന് പറഞ്ഞ പേരാണ് കൊടുക്കണം. ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഈ വൈ എന്ന് പറയുന്ന പോയിന്റില് ജിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഇൻവേഴ്സ് കണ്ടു. റെസിപ്രോക്കൽ, ഇൻവേഴ്സ് അല്ല റെസിപ്രോക്കൽ. ഓക്കെ, ഇൻവേഴ്സ് തന്നെയാണ് നമ്മുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ ഇൻവേഴ്സ് ആണ്. അപ്പൊ 1 by എഫ് ഡാഷ് ഓഫ് എക്സ്.
എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജി ഓഫ് വൈ ആണ്. സോ 1/f dash of g of y ആണ് നമ്മളുടെ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ അറ്റ് എ ഗിവൺ പോയിന്റ് y. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒറിജിനൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഡെറിവേറ്റീവ് നമുക്ക് ഈ ഫോം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. Use the inverse function rule to compute the derivative of root x. അപ്പോൾ നമ്മൾക്ക് g of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root x ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡെറിവേറ്റീവ് g ന്റെ ഡെറിവേറ്റീവ് that is f inverse എന്ന് പറയുന്നതാണ് root x. This implies f inverse of x is equal to root x. That is f inverse of x എന്ന് പറയുന്നത് നമുക്കിത് y ആയിട്ട് തന്നെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് x രണ്ട് ഭാഗത്ത് x തമ്മിൽ കൺഫ്യൂഷൻ ആവും. g നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് y യിലാണ്. x ൽ നിന്ന് f of x is equal to y ആയിട്ട് എടുക്കുക. അപ്പോൾ ഇൻവേഴ്സ് നമ്മൾ y യിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ g of y നമുക്ക് root x ആയി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് f inverse of y ആണ് root x. That is എന്ത് പറയാം, f inverse of y ആണ് root x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of y എന്തായിട്ട് പറയാം, നമുക്ക് x സ്ക്വയർ ആണോ എന്നുള്ളത് പറയാം. ഇൻവേഴ്സ് ആണ് റൂട്ട് എക്സ് ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/2. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ. നിങ്ങൾക്ക് അറിയണതല്ലേ, എക്സ് സ്ക്വയറിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. അതെങ്ങനെ പറയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോ അതെങ്ങനെയാ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെന്താണ്, എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് y പറഞ്ഞാൽ y റേസ് ടു 1/2. ദാറ്റ് ഈസ് എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് എടുക്കുന്നത് വെച്ചാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു x square whole raised to 1/2, that is equal to x. അല്ലേ, അപ്പൊ സ്ക്വയറും റൂട്ടുമാണ് രണ്ട് ഇൻവേഴ്സ് ഫങ്ഷൻസ്. അപ്പോ എഫ് ഇൻവേഴ്സ് ഓഫ് y റൂട്ട് എക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് y നമുക്ക് എന്ത് പറയാം, എക്സ് സ്ക്വയർ ആണെന്നുള്ളത് പറയാം. എഫ് ഓഫ് y അല്ല, നമ്മൾ y നെ എക്സ് വെച്ചിട്ടാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നമുക്ക് എക്സ് സ്ക്വയർ ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, ഇവിടെ തന്നെ അത് റൂട്ട് വൈ ആയിട്ട് എടുക്കുക. കാരണം നമ്മൾ പൊതുവെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഫോമിൽ എടുക്കുക. ഇവിടെ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ എഫിന് എക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിക്ക് കറസ്പോണ്ടിങ് വൈ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് വൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ ആണ് എന്നുള്ളത് പറയാം. അത് അപ്ലൈ ചെയ്യുന്നത് കൺഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് എഴുതാം. y is equal to x സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് നമുക്ക് റൂട്ട് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ആണ്, അല്ലെങ്കിൽ ജിന്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ഡാഷ് ഓഫ് വൈ ആണ്. അപ്പൊ അതിന് എന്താ പറഞ്ഞത്, എഫ് ഡാഷ് ഓഫ് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് 1/f ഡാഷ് ഓഫ് ജി ഓഫ് വൈ അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2x ആണ്. ദാറ്റ് ഈസ് ഇവിടെ എന്ത് പറയാം, 1/f ഡാഷ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂട്ട് എക്സ് വെച്ചിട്ട് നോക്കിയോ, റൂട്ട് വൈ കൺഫ്യൂഷൻ ആവും. ജി ഓഫ് വൈ നമുക്ക് തൽക്കാലം ജി ഓഫ് വൈ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ എന്ത് വരും, 1/2 ഇൻറ്റു ജി ഓഫ് വൈ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു
root y. So g dash of y is equal to 1 by 2 root y, then g of y is equal to root y. അപ്പോൾ റൂട്ട് y എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2 root y ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മളിത് ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതില്, ഡെറിവേറ്റീവ് അറ്റ് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 2 അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇസ് g dash of 2 is equal to 1 by 2 root 2. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതേമാതിരി എക്സ് ഇസ് ഈക്വൽ 2 വരുന്ന സമയത്ത് വാല്യൂവും കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ റൂള് അപ്ലൈ ചെയ്യേണ്ടത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് നമുക്ക് ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ടുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഈ സൈൻ എച്ച്, ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് സൈൻ എച്ച് എക്സ്, കോസ് എച്ച് എക്സ്, അതേമാതിരി ടാൻ എച്ച് എക്സ്, കോട്ട് എച്ച് എക്സ്, സീക്ക് എച്ച് എക്സ്, കൊസീക്ക് എച്ച് എക്സ്, അങ്ങനെയാണ് നമ്മൾ ഹൈപ്പർബോളിക്കിനെ നമ്മൾ എഴുതുന്നത് അല്ലെ, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ്, സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ ഒന്നും പറയാൻ വെച്ചാൽ ആർ സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് ഫോംസ് ആണ് ഇത്. ഓക്കെ, ഇതിനൊക്കെ ഇൻവേഴ്സ് ഹൈപ്പർബോളിക് സൈൻ എന്നാണ് പറയുക. കറസ്പോണ്ടിംഗ്ലി ഇൻവേഴ്സ് ഹൈപ്പർബോളിക് കൊസൈൻ, കോസ് എച്ച് ഇൻവേഴ്സ് എക്സിനെ അതേമാതിരി തന്നെ ഓരോന്നും കണ്ടിന്യൂസ്ലി ആ ഫോമിലാണ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫുകളും അതേമാതിരി തന്നെ എക്സ്പ്രഷൻസും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുമാതിരി നിങ്ങൾക്ക് അതിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എക്സ്പ്രഷൻസ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ ഫോമിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഹൈപ്പർബോളിക്കിന്റെ കേസ് നമുക്ക് അറിയാം, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ് കോസ് എച്ച് എക്സ്. അതേമാതിരി സൈൻ എച്ച് എക്സിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് ഇൻവേഴ്സിന്റെ എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ln എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് സൈൻ എച്ച് ഇൻവേഴ്സ് എക്സ്. അതേമാതിരി കോസ് ടാനിന്റെ കേസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അതേമാതിരി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതും നമുക്ക് സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by root of 1 plus x square ആണ്. കോസിന്റെ 1 by root of x square minus 1 ആണ്, വേർ മോഡ് x is greater than 1. ആ കണ്ടീഷൻസ് ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ പ്രോബ്ലംസിനെ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അറിയാവുന്ന ഫോമിലേക്ക് നമുക്ക് മാക്സിമം കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രൽ ആണെങ്കിൽ ഇന്റഗ്രൽ, അല്ല ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇന്റഗ്രൽസ് നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഇപ്പൊ എന്താ 1 by root of x square minus 1ന്റെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടുത്തെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ആണ് വരിക. കാരണം നമ്മൾ എന്താ ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് ഇൻവേഴ്സ് എക്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഫോം. അപ്പൊ ആ ഫോംസ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഫോർമുലാസ് ടെക്സ്റ്റ് നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഇനി ഏതെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.